ഇന്നത്തെ നമ്മുടെ വീക്കെൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഹസയിൽ സ്ഥിതി ചെയ്യുന്ന അൽഖറ മൗണ്ടൻസിലുള്ള അൽഖറ കേവ്സിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. ദമാമിൽ നിന്നും ഏകദേശം ഒരു 115 കിലോമീറ്റർ ഏകദേശം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവനിങ് സമയമാണ് നമ്മൾ ഈ ട്രിപ്പിനായി തിരഞ്ഞെടുത്തത്. വേറൊന്നും കൊണ്ടല്ല, സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉള്ള കനത്ത ചൂട് മറികടന്ന് മീൻസ് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവനിങ് ടൈം തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ അൽഖറ കേവിലെ ലൈറ്റിങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേവ് കാണണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായത്. ഒരു 5:45 ഞങ്ങൾ അൽഖറ മൗണ്ടൻസ് അല്ല അൽഖറ കേവ് ഏരിയയിലെത്തി. ഇതാണ് എൻട്രൻസ് ഏരിയ വരുന്നത്. ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ആ റിസപ്ഷനിലാണ് ടിക്കറ്റ് കൗണ്ടറുകളും ഗൈഡിനെ ആവശ്യമുണ്ട്. ഗൈഡിനെ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. പിന്നെ ഫോട്ടോഷോപ്പുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേവിനകത്തു നടക്കുന്ന ഫോട്ടോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. ഇത് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നുള്ള ഷോപ്പുകളാണ്. ഇവിടുന്ന് നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റുള്ള ഐറ്റംസും ഇതുപോലുള്ള ഫാൻസി ഐറ്റംസും ടോയ്സ് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കഴിയും. സോനാസും എല്ലാം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലും റിസപ്ഷൻ ഏരിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത്. അൽഖറ മൗണ്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 2018 കൂടിയാണ് അൽഖറ മൗണ്ടൻസിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ചേർത്തത്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്ന ഒരു നാച്ചുറൽ വണ്ടേഴ്സും ഒപ്പം ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് വളരെയധികം കഥകൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഈ അൽഖറ കേവ് എന്ന് പറയുന്നത്. ഒട്ടനവധി വിദേശീയരായിട്ടുള്ളതും സ്വദേശീയരായിട്ടുള്ള ടൂറിസ്റ്റേഴ്സിനെ നമുക്ക് ഈ ഒരു അൽഖറ കേവിൽ കാണാൻ കഴിയും. ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ മെയിൻ അൽഖറ കേവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും അതിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പേഴ്സൺ 50 റിയാലാണ് വരുന്നത്, പ്ലസ് ടാക്സ് എൻട്രൻസിന് വേണ്ടിയിട്ട് എൻട്രി ഫീസായിട്ട് നമുക്കവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഇതാണ് അൽഖറ കേവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോകുന്തോറും പല പല ഷേപ്പിലുള്ള മൗണ്ടൻസ്, ഇതുപോലത്തെ മൗണ്ടൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു മൗണ്ടൻസ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ഫീല് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ അൽഖറ മൗണ്ടൻസ് എന്ന് പറയുന്നത്. കേവും പരിസരവും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഓൺ ചെയ്ത് ഡേ ലൈറ്റ് പോയി കഴിയുമ്പോൾ അവിടെ ലൈറ്റ് ഓണായി കഴിയുമ്പോഴുള്ള ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കേവിനോട് മാച്ച് ആകുന്ന അല്ല അതിൻ്റെ ബ്യൂട്ടിയെ കൂടുതൽ എടുത്ത് കാണിക്കത്തക്ക രീതിയിലാണ് ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേവിലും പരിസരത്തും.
ശരിക്കും എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ചെന്ന് ഈ ഒരു ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഒരു പഴയ സിവിലൈസേഷൻ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ സിവിലൈസേഷനിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ആ ഏരിയയിൽ വിസിറ്റ് ചെയ്തപ്പോഴും അവിടെ പല പല ഏരിയയിലോട്ട് ചെന്നപ്പോഴും എനിക്കുണ്ടായൊരു ഫീല് അതാണ്. ഒട്ടനവധി ചെറുതും വലുതുമായ പല പല ഗുഹകളോട് കൂടിയ ഒരു ഏരിയയാണ് അൽഖറ കേവ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കേവിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. കേവിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് ഈ ഒരു എൻട്രൻസിലൂടെ നിങ്ങൾ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. കാര്യം പുറത്തുള്ള ഒരു 38-40 ഡിഗ്രി അല്ല നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് 21, 23 അല്ല ഒരു 23 ഡിഗ്രി ഒരു തണുപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അതിനകത്ത് നിന്ന് വരുന്ന ഒരു ബ്രീസ് എന്ന് പറയുന്നത് അതുപോലെയാണ്. അത്ര തണുപ്പാണ് ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം വിചാരിച്ചതിന് ഉള്ളിൽ എവിടെയോ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനല്ല. ഇത് അകത്തേക്ക് കടക്കുമ്പോൾ ആ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം, അതാണ് എടുത്തു പറയുന്നത്. നാച്ചുറൽ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ കേവ്സിൻ്റെയും ആ ഒരു മഡാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു സിസ്റ്റം, ആ ഒരു നാച്ചുറൽ കൂളിംഗ് സിസ്റ്റമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളിലേക്ക് കിടക്കുന്നത്. നിങ്ങൾക്ക് ആ പുറത്തുണ്ടായിരുന്ന ഉഷ്ണവും ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും അകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. അത്ര തണുപ്പാണ് അകത്ത് എന്ന് പറയുന്നത്. ഗുഹയുടെ അകത്തെ ഭാഗങ്ങളും ഭിത്തി ആയിക്കോട്ടെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ഏരിയയിൽ നമ്മുടെ നാടുകളിൽ ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഏരിയകളിലെല്ലാം ഭിത്തികളിൽ പേരെഴുതലും പടം വരയ്ക്കലുകളും വളരെ കൂടുതലാണ്. പക്ഷേ വളരെ കൃത്യതയോടുകൂടിയും വളരെ മനോഹരമായിട്ടാണ് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. വളരെയധികം വൃത്തിയോടുകൂടിയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഗുഹയ്ക്കുള്ളിൽ എല്ലാ ഭാഗത്തും CCTV സർവൈലൻസ് ഉണ്ട്. ലൈറ്റുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ഗുഹയും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ടാണ്. ഗുഹയിലേക്ക് കയറുമ്പോൾ പല പല ബ്രാഞ്ചസ് ഉണ്ട് ഗുഹയ്ക്കകത്ത് തന്നെ. ഒരു വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അകത്ത് എക്സ്പ്ലോർ ചെയ്യാം. ഓരോ വഴിയിലൂടെ പോയി ഏരിയ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് വരാൻ കഴിയും. ഞങ്ങൾക്ക് ഏകദേശം 2.5-3 മണിക്കൂറോളം ഞങ്ങൾ ഗുഹയ്ക്കുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം ഒത്തിരി സ്പോട്ടുകളുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ പ്രത്യേക ടീമുണ്ട്. അവർ ഫോട്ടോ എടുത്ത് തരും. നിങ്ങൾക്ക് പറയുന്ന സൈസിലും പറയുന്ന അളവിലും പറയുന്ന മെറ്റീരിയലും ക്വാളിറ്റിയിലും എല്ലാം എടുത്ത് തരും. അതിനനുസരിച്ചുള്ള ചാർജ് അവർ ഈടാക്കും. അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ റിസപ്ഷനിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും വളരെയധികം മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഗുഹയ്ക്കുള്ളിലുള്ളത്. ചരിത്രപ്രധാനമായ സിവിലൈസേഷൻ്റെ ഒരു അവശേഷിപ്പ് കൂടിയാണ് ഈ ഗുഹയെന്ന് പറയുന്നത്.
സൺലൈറ്റ് പോയി കഴിയുമ്പോൾ അവിടുത്തെ ലൈറ്റുകളുടെ ശോഭയിലാണ് വളരെ മനോഹരമായിട്ട് ഈ ഗുഹയും ഗുഹയുടെ പരിസരവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം മനോഹരമായിട്ടാണ് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒട്ടനവധി സ്വദേശീയരും വിദേശീയരുമുള്ള ടൂറിസ്റ്റുകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും.